നെറ്റ്വർക്കിനെ പല മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തരംതിരിക്കാം. എന്നാൽ ഏറ്റവും സാധാരണയായി അവയുടെ വ്യാപ്തി, ഭൂമിശാസ്ത്രപരമായ വിസ്താരം അനുസരിച്ചാണ് തരംതിരിക്കുന്നത്. 1. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് പാൻ. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒരു വ്യക്തിയുടെ വളരെ അടുത്ത പരിധിയിൽ ഏതാനും മീറ്ററുകൾക്കുള്ളിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണിത്. ഉദാഹരണങ്ങൾ: ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഫോണുമായി ബന്ധിപ്പിക്കുന്നത്, വയർലെസ് മൗസ് കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്നത്. 2. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ലാൻ. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ലാൻ ഒരു ചെറിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് ഒരു വീട്, ഓഫീസ് കെട്ടിടം, സ്കൂൾ, ലാബ്, കമ്പ്യൂട്ടറുകളെയും മറ്റു ഉപകരണങ്ങളെയും ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണിത്. ഡാറ്റ കൈമാറ്റം വേഗതയുള്ളതും സുരക്ഷിതവുമാണ്. ഉദാഹരണങ്ങൾ: ഒരു ഓഫീസിലെ കമ്പ്യൂട്ടറുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്നത്, ഒരു വീട്ടിലെ വൈഫൈ നെറ്റ്വർക്ക്. 3. വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് WLAN. ലാനിന് സമാനമാണ്, എന്നാൽ വയറുകൾക്ക് പകരം വയർലെസ് സാങ്കേതികവിദ്യ വൈഫൈ ഉപയോഗിച്ച് ഉപകരണങ്ങളെ ബന്ധിപ്പിക്കുന്നു. ഇവയും ഒരു കെട്ടിടത്തിനോ പരിമിത പ്രദേശത്തിനോ ഉള്ളിൽ ഉപയോഗിക്കുന്നു. 4. ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് CAN. ഒരു വലിയ ക്യാമ്പസ് പ്രദേശത്തിനുള്ളിൽ, യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, വലിയ ബിസിനസ് പാർക്ക്, ഒന്നിലധികം ലാൻകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണിത്. ഇത് MAN-നേക്കാൾ ചെറുതും LAN-നേക്കാൾ വലുതുമാണ്. 5. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് MAN. ഒരു നഗരം അല്ലെങ്കിൽ ഒരു വലിയ മെട്രോപൊളിറ്റൻ പ്രദേശം ഉൾക്കൊള്ളുന്ന ശൃംഖലയാണിത്. പല ലാൻകളെയും ഒരുമിച്ച് ബന്ധിപ്പിച്ച് ഒരു വലിയ പ്രദേശത്തെ ആളുകൾക്കും സ്ഥാപനങ്ങൾക്കും വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഇത് സഹായിക്കുന്നു. ഉദാഹരണങ്ങൾ: ഒരു നഗരത്തിലെ കേബിൾ TV നെറ്റ്വർക്ക്, ഒരു നഗരത്തിലെ വിവിധ സർക്കാർ ഓഫീസുകളെ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്ക്. 6. വൈഡ് ഏരിയ നെറ്റ്വർക്ക് WAN. വലിയ ഭൂമിശാസ്ത്രപരമായ ദൂരങ്ങളിൽ സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയാണിത്. നിരവധി ലാൻകളെയും മാൻകളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. ഇന്റർനെറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ WAN-ന് ഉദാഹരണമാണ്. ഉദാഹരണങ്ങൾ: ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ വിവിധ രാജ്യങ്ങളിലെ ഓഫീസുകളെ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്ക്. 7. വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് VPN. ഒരു പൊതു നെറ്റ്വർക്കിലൂടെ ഇന്റർനെറ്റ് പോലുള്ളവ ഒരു സുരക്ഷിതവും എൻക്രിപ്റ്റ് ചെയ്തതുമായ കണക്ഷൻ ഉണ്ടാക്കുന്നതിനുള്ള ഒരു സാങ്കേതികവിദ്യയാണിത്. സ്വകാര്യ നെറ്റ്വർക്കുകളിലേക്ക് വിദൂരമായി പ്രവേശിക്കാൻ ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു. 8. സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് SAN. സെർവറുകളെ സ്റ്റോറേജ് ഉപകരണങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത അതിവേഗ നെറ്റ്വർക്കാണിത്. വലിയ അളവിലുള്ള ഡാറ്റ സ്റ്റോറേജിനും അതിവേഗ ഡാറ്റ കൈമാറ്റത്തിനും ഇത് ഉപയോഗിക്കുന്നു. ഈ നെറ്റ്വർക്ക് തരങ്ങളെല്ലാം അവയുടെ വലിപ്പം, വ്യാപ്തി, ഉപയോഗം എന്നിവയെ ആശ്രയിച്ച് കമ്പ്യൂട്ടർ ശൃംഖലകളുടെ വൈവിധ്യം കാണിക്കുന്നു.